ഹേ ഗൈസ്, കണ്ടന്റ് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയവര് കുറെ പേരുണ്ടാവും. കയറണില്ല, സബ്സ്ക്രൈബ് കയറണില്ല, ഒന്നും കയറണില്ല പറഞ്ഞ് നിർത്തി പോയവരും കുറെ ഉണ്ടാവും. പിന്നെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. സക്സസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. കൺസിസ്റ്റൻസി ആയിട്ട് വ്ളോഗ് ഇടുന്ന ഓരോരുത്തരുണ്ടാവും. ഡിസിപ്ലിൻഡ് ആയിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം വ്ളോഗ് മാത്രമല്ല കണ്ടന്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരും ഉണ്ടാവും. പക്ഷേ ഞാൻ ഡിസിപ്ലിൻഡ് ആയിരുന്നു 2-3 ദിവസം. ഇന്ന് എനിക്ക് ഡിസിപ്ലിൻഡ് ആവാൻ പറ്റിയില്ല. എന്നാലേ എനിക്ക് ഫുള്ള് മൊബൈൽ തന്നെയായിരുന്നു. ഫുള്ള് മൊബൈൽ തന്നെ. എനിക്ക് എന്തറിയില്ല, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അത് പിന്നെ വരിക ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് തരാം, ഒരു 10 സെക്കൻഡ്, ഒരു വൈകുന്നേരം ചെയ്യാം, ഉച്ചയ്ക്ക് ചെയ്യാം, അങ്ങനെ മാറി പോയിട്ട് ഒരുമാതിരി അയക്കണേ. ഞാനാണെങ്കിൽ ഫുള്ള് ഓരോ ഗ്രോ ആവണം, ഓരോ വീഡിയോ ആണ്. പിന്നെ കുറച്ച് നേരം റീൽസാണ്. എൻ്റെ ഫോക്കസ് ഫുള്ള് അങ്ങോട്ട് പോവാം. എൻ്റെ തലയിലാണെങ്കിൽ ഫുള്ള് ഫ്ലാറ്റായി കിടക്കുക. ഒന്നുമില്ല പറഞ്ഞാൽ ഒന്നുമില്ല. തലയിൽ എന്തൊക്കെയോ നിറക്കണക്കായിരുന്നു. ആകെ ടെൻഷനായിട്ട് എന്തൊക്കെയോ ഒന്നും എനിക്ക് ഇപ്പോഴും പറയാൻ കിട്ടണില്ല. അമ്മാതിരി സാധനങ്ങൾ തലയിൽ കുത്തി നിറഞ്ഞെടുക്കുക. എന്താണെന്ന് എനിക്ക് ശരിക്കും ഒന്നും പിടികിട്ടുന്നില്ല. വ്ളോഗിൻ്റെ കാര്യം തന്നെ എനിക്കറിയാം. വ്ളോഗ് ചെയ്യുന്ന പറയുമ്പോൾ സിമ്പിൾ കാര്യമൊക്കെ ഡെയിലി വ്ളോഗാണ്. ഡെയിലി ഇങ്ങനെ ചെയ്യണ എല്ലാവർക്കും പറയുമ്പോൾ സിമ്പിളൊക്കെ ആയിരിക്കും. പിന്നെ ഡിസിപ്ലിൻ ആവുന്നൊക്കെ പറയുമ്പോൾ സിമ്പിളായിരിക്കും. പക്ഷേ ശരിക്കും സക്സസിൻ്റെ ശരിക്കും ട്രൂത്ത് എന്താ വെച്ചാൽ ഇതാണ്: നോ പെയിൻ നോ ഗെയിം. സക്സസ് ആവണമെങ്കിൽ നല്ല പെയിൻ ഉണ്ടാവും. അങ്ങനെ കാര്യം പറയാം. എനിക്ക് നമ്മൾ ഒരു ദിവസം ലേസി ആയിട്ടിരുന്ന ഒരാൾ ഒരു കാര്യം ചെയ്യില്ല. ഫുള്ള് റീൽസാണ്, ഗെയിം കളിക്കുക, ഫുഡ് അടിക്കുക, ഗെയിം കളിക്കുക, തോന്നുമ്പോൾ വ്ളോഗ് എടുക്കുക, തോന്നുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനത്തെ ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഡിസിപ്ലിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച ഡിസിപ്ലിൻഡ് ആയിട്ട് രാവിലെ പുലർച്ചെ 5 മണി 6 മണിക്ക് എണീക്കും, വ്ളോഗ് എടുക്കും, കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ചെയ്യും. രാത്രി ഫുഡ് കഴിക്കും, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമെല്ലാം കൃത്യസമയത്തിന് ചെയ്യും. ഫോക്കസ് ഒന്നിലേക്ക് മാറുന്നില്ല. അങ്ങനത്തെ ഒരാൾ ഇപ്പോൾ പെട്ടെന്ന് ഫോക്കസ് മാറിപ്പോയി. ആ സംഭവം നടന്നത് എന്താ പറയുക? ഫോക്കസ് മാറാൻ കാരണം, എൻ്റെ ഡിസിപ്ലിൻ മാറാൻ കാരണം, ഞാനൊരു ദിവസം എഡിറ്റ് ചെയ്തിരുന്നു. എത്ര 11 മണിക്കായിരുന്നു വ്ളോഗ് എടുത്ത് കഴിഞ്ഞത്. എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുന്ന വരെ എനിക്ക് നിൽക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കാന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ രാത്രി ഒരു 11 മണിയായപ്പോൾ അത് കഴിഞ്ഞ്, പിന്നെ ഒരു 12 മണിയായപ്പോൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 1 മണിയായി. അപ്ലോഡാക്കാൻ വെച്ചപ്പോഴത്തേക്കും 2:45 ആ ടൈമൊക്കെ ആയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഈ റൂമിലായിരുന്നു കടന്നുറങ്ങിയത്. ഈ റൂമിലേക്ക് പുതപ്പും വെച്ച് കടന്നുറങ്ങി. പിറ്റേ ദിവസം അലാറം ഞാൻ വെച്ചിരുന്നു. പിറ്റേ ദിവസം ഒരു 5 മണിയല്ല, ഒരു 6 മണി 6:30 അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ അലാറത്തിൻ്റെ സൗണ്ട് കിട്ടി. ഞാൻ വിചാരിച്ച് ഫസ്റ്റ് അലാറം അല്ലേ, സെക്കൻഡ് രണ്ടാമത്തെ അലാറം അടിക്കുമല്ലോ, എന്നാൽ പിന്നെ എണീക്കാം. പിന്നെ രണ്ടാമത്തെ അലാറം അടിച്ച് പിന്നെ ഞാൻ വിചാരിച്ച് നല്ല കംഫേർട്ട് ഉണ്ടല്ലോ, കിടക്കുമ്പോൾ നല്ല ഉറങ്ങുമ്പോൾ നല്ല കംഫേർട്ട്, നല്ല തണുപ്പും, അധികം തണുപ്പില്ല, ചെറിയ തണുപ്പും, നല്ല നമുക്ക് സെറ്റപ്പ് ഉണ്ടാവില്ലേ. രാവിലെ ഇങ്ങനെ നല്ല എണീക്കാൻ നേരമാകുമ്പോൾ കടന്നുറങ്ങുമ്പോൾ നല്ലൊരു കംഫേർട്ട് തോന്നില്ലേ, അതേപോലെ ആയിരുന്നു. എന്ത് സുഖമായിരുന്നു അറിയാം കടന്നുറങ്ങിയപ്പോൾ. പിന്നെ എണീറ്റ് എത്ര മണിക്ക്, ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും എണീറ്റപ്പോൾ. 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഡിസിപ്ലിൻ, എൻ്റെ ഫോക്കസ് എല്ലാം കൊണ്ട് മാറാൻ തുടങ്ങിയത്. ഞാൻ സാധാരണ ഡിസിപ്ലിനിലേക്ക് കാലെടുത്ത് വെച്ച സമയത്തൊക്കെ 11 മണിക്ക് ഉറങ്ങുക, 11:30 ആകുമ്പോഴത്തേക്ക് ഉറങ്ങിയിരുന്നു. 12 മണീൻ്റെ ഉള്ളിൽ ഞാൻ ഉറങ്ങിയിരുന്നു. അതാണെങ്കിൽ എനിക്ക് ഒന്നും നോക്കണ്ട, രാവിലെ നേരത്തെ എണീക്കായിരുന്നു. എഡിറ്റ് പകുതി രാത്രിയത്തേക്ക് ആക്കി, രാത്രി പകുതി എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അപ്ലോഡ് ആക്കിയിരുന്നു. രാവിലെ തന്നെ അപ്ലോഡ് ആക്കിയിട്ട് വ്ളോഗും എല്ലാം തുടങ്ങിയാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നു കുറച്ച് ദിവസം മുന്നേ. ഇപ്പോൾ പെട്ടെന്ന് ഫോക്കസ് ഫുള്ള് മാറി. ആ കാരണം കൊണ്ട് ഫോക്കസ് ഫുള്ള് മാറി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തില്ലെങ്കിൽ ആ സമയം പിന്നെ തിരിച്ചു വരില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാനും പറ്റൂല. അപ്പോൾ ഇന്ന് ഞാൻ കുറേ മറ്റേത് ചെയ്യൂല, മെഡിറ്റേഷൻ ചെയ്യൂലേ, ഫോക്കസൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യൂലേ, അതും കുറേ വട്ടം അങ്ങനെ ചെയ്ത് നോക്കി. ഫസ്റ്റത്തെ 5 സെക്കൻഡ് 10 സെക്കൻഡ് മാത്രം എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ശ്വാസത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയ്ക്കും
ഡിസ്ട്രാക്റ്റ് ആയി കിടക്കുക, തല ഒരുമാതിരിയായി കിടക്കിയിരുന്നു. ഒന്നിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഫോക്കസ് പെട്ടെന്ന് അങ്ങോട്ട് വേറെ എന്തിലെങ്കിലുമൊക്കെ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഫോക്കസ് ആയേ പറ്റും. കഷ്ടപ്പെടാതെ ഒരു സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സക്സസ്ഫുള്ളിൻ്റെ സീക്രട്ട് കഷ്ടപ്പാട് തന്നെയാണ്. ഇതുവരെയായിട്ടും കഷ്ടപ്പെടാതെ അങ്ങനെ അറിയില്ലേ, കൈ തന്നെയാതെ മീൻ പിടിക്കുകയാണ്. അതൊരുമാതിരി വർത്താനാണ്. അങ്ങനത്തെ പരിപാടി എനിക്ക് ഇന്ന് ചെയ്യാൻ തോന്നില്ല പറഞ്ഞാൽ നാളെ തൊട്ട് എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല. എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. നമ്മളെ ഡ്രീം ലൈഫ് കിട്ടണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റിസ്ക് എടുത്താലേ റിച്ച് ആകാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ. റിസ്ക് എടുത്താലേ റിച്ച് ആകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ അനുഭവിക്കണ പെയിൻ നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യാണ്. ഒരു ദിവസം വ്ളോഗ് എടുക്കാൻ പറ്റായൊന്നുമില്ല, എനിക്ക് എടുക്കായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ കുറച്ചിന് എടുക്കാം, 5 മിനിറ്റ് ആയിട്ട് എടുക്കാം, 10 മിനിറ്റ് ആയിട്ട് എടുക്കാം, അങ്ങനെ വിചാരിച്ച് ഒരുമാതിരി ആയിട്ട് ആ ദിവസത്തെ വ്ളോഗ് അങ്ങനെ പോയി. ഈ ദിവസത്തെ വ്ളോഗ് ഇങ്ങനെ പോയി ശരിയാവില്ല. എനിക്ക് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുമാതിരി എന്താ കരയണമെന്നുണ്ട്. കാര്യം പറയാലോ, കരയണമെന്നുണ്ട്. ഞാൻ ഇതിനായിട്ടും വെറുതെ കരഞ്ഞുണ്ട്. വ്ളോഗിൻ്റെ കാര്യം നല്ല ആലോചിച്ചിട്ട് 2-3 വട്ടം കരഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു ഇതാണ്, ഒരു മോട്ടിവേഷൻ പോലെ. അപ്പോൾ നല്ല വാശി, പിന്നെ അത്രയും ദിവസം നല്ല വാശിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കരയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് കരയാൻ പറ്റും. എനിക്ക് എങ്ങനെ ഇപ്പോൾ കരയാന്ന് എനിക്ക് അറിയില്ല. ഞാൻ കരഞ്ഞിട്ടില്ല. ഞാൻ വല്ല സഹിച്ചു പിടിച്ചിരിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് എങ്ങനെയൊക്കെ വീട്ടിലെന്തെങ്കിലും പൊട്ടത്തരോ എന്തെങ്കിലുമൊക്കെ കാണിച്ച് മറ്റുള്ളവരെ ചിരിപ്പിച്ചിട്ട് അവരെ ചിരി കാണുമ്പോൾ എനിക്കും ചിരി വരും. അങ്ങനെ എൻ്റെ വിഷമമൊക്കെ ഞാൻ അങ്ങനെ തീർക്കും. ഇവർ വിചാരിക്കുന്നുണ്ടാവും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ടെൻഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണെന്നറിയില്ല. 13ാം വയസ്സിൽ തന്നെ എനിക്കതൊക്കെ വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ. സത്യം പറയാലോ, 13 വയസ്സിലൊക്കെ ഞാൻ എത്രയിലായിരുന്നു പഠിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ എന്തോ വലിയ ചെയ്യണമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഞാൻ അപ്പോഴത്തെ സമയത്തുണ്ടല്ലോ ഞാൻ സ്ട്രഗിൾ ചെയ്യായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ശ്വാസം മുട്ടിയിട്ടുണ്ടല്ലോ, നമ്മൾ ഓവർ തിങ്ക് ചെയ്താലും ഓവർ ടെൻഷൻ ആയാലും ഇങ്ങനെ ശ്വാസം മുട്ടുണ്ടാവൂലേ, ശ്വാസം കിട്ടാതായിട്ട് നെഞ്ചിരിപ്പ് ഇങ്ങനെ കൂടുക, പിന്നെ വേർക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ടൈമിൽ 13 വയസ്സിൽ തന്നെ എനിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് എങ്ങനെ എനിക്കങ്ങനെ ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്പം എന്ത് ചെയ്യണം? അപ്പം വേറെ ഒന്നും നോക്കണ്ട, നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോവുക. വേറെ ഒന്നിൽ ഫോക്കസ് പോവാതെ എനിക്ക് ശ്രദ്ധിക്കണം. എൻ്റെ ഫോക്കസ് വേറെ ഇതിലേക്ക് പോകുന്നുണ്ട്. ഇതിലേക്ക് ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് ഡിസിപ്ലിൻ മേക്ക് മീ സ്ട്രോങ്ങർ. ഡിസിപ്ലിൻ എവിടെ? ഡിസിപ്ലിനൊക്കെ എങ്ങോട്ടോ പോയി സെക്കൻഡ് വെച്ചിട്ട്. അന്ന് ഒറ്റ ദിവസത്തെ ഒരു ഇതായി കൊണ്ട് ഒറ്റ ദിവസം എനിക്ക് പിന്നെ ഡിസിപ്ലിൻ്റെ ആവുമായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ പിന്നെ കുറച്ചുകൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ദിവസം പോയി കുറച്ചുകൊണ്ട് ചെയ്യാന്ന് ഞാൻ ഓരോ ഗ്രോത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കിയിരുന്നു. എന്നിട്ട് അത് നോക്കി കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് ചെയ്യുക, കുറച്ചുകൊണ്ട് ചെയ്യുക, അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് എനിക്ക് അതവിടെ നഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നോ പെയിൻ നോ ഗെയിം. ഓക്കെ, യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഈ ഒറ്റൊരു ഐഫോൺ 7+ ഞാൻ ഇപ്പോൾ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് നടത്തി പോകണം. ഒറ്റ എല്ലാം അങ്ങോട്ട് ഒന്നിച്ചങ്ങ് ആവണില്ല. എന്തായാലും മറ്റേ ശ്വാസം മുട്ട് ഇനി വരാതെ എന്നായിരുന്നു. ഒന്നിനും ഞാൻ ഒരുമാതിരി അയക്കണേ. ശ്വാസം മുട്ട് അധികം കൂടിയിട്ട് നെഞ്ചിരിപ്പ് കൂടിയിട്ടുണ്ടല്ലോ, വേർക്കായിരുന്നു. എൻ്റെ കണ്ണിൻ്റെ സൈഡിൽ കൂടി ഇരുട്ടേറിയിട്ട് ഞാൻ ബ്ലാക്ക് ഔട്ട് ആവാനേ അത്രയ്ക്ക് ഡേഞ്ചർ ആയിപ്പോയി. എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അടിപൊളിയാക്കി വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞ്
ആ ടെൻഷൻ്റെയാണ് കൂടുതൽ ഓവർ തിങ്കിങ് കിട്ടാൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പോൾ ഈ റൂമിൽ ഫാൻ ഇട്ട് തന്നെ ഇരിക്കുക. അമ്മ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ അകത്തേക്ക് കയറി പോയി. എനിക്ക് റൂമിൽ ഒറ്റ കിടക്കണ്ട പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കിടക്കണ്ടെന്ന് പറഞ്ഞ കാരണം അത് തന്നെയാണ് കേട്ടോ. അന്ന് എനിക്ക് നെഞ്ചുവേനൊക്കെ എടുത്തുപോയി. അത്രയും ഞാൻ പേടിച്ച് ഞാൻ ബ്ലേക്ക് ഔട്ട് ആവാനായി. ഞാൻ കിട്ടി ബേജറായിട്ട് എൻ്റെ കൈയൊക്കെ വരക്കിയിരുന്നു. നടക്കാനൊന്നും പറ്റില്ല. അമ്മാതിരി അവസ്ഥയിലായിപ്പോയി. ഞാനിപ്പോൾ അകത്തെ റൂമിൽ പോയിട്ട് ഇതുവരെ എഡിറ്റ് ചെയ്തിട്ട് വേഗം എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഇനിയിപ്പോൾ കഷ്ടപ്പെട്ടേ പറ്റൂ. എൻ്റെ കാര്യം നടക്കണമെങ്കിൽ കഷ്ടപ്പെട്ടേ പറ്റൂ. ഇപ്പോൾ കഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല. ഓരോ വലിയ വലിയ യൂട്യൂബറിൻ്റെയും വലിയ സക്സസ്ഫുള്ളിൻ്റെ സീക്രട്ട് ആകെ ഇത് മാത്രം. ലൈറ്റ് ഓഫ് ആയല്ലോ. ഫോൺ ഹീറ്റ് ആയിട്ട് ലൈറ്റ് ഓഫ് ആയി. ഇതുണ്ടോ ഒറ്റ ഫോണിൽ ഒന്നും ആവണില്ല. ഒരു ട്രൈപോഡുണ്ട്, ഒരു ഫോണുണ്ട്, അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ആവണില്ല. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് വെച്ച് വ്ളോഗല്ല ഇത് ക്ലോസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നോ പെയിൻ നോ ഗെയിൻ. ഓക്കെ, ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഫുള്ളും ആകെ വെട്ടടക്കാണ്. എന്തായാലും ഞാൻ ഫോക്കസ് ചെയ്താൽ എനിക്കുണ്ട്, പിന്നെ ഞാൻ നിങ്ങളെ ഫോക്കസ് ചെയ്യിപ്പിച്ചാലും നിങ്ങൾക്കുണ്ട് അത്. ഓക്കെ, അപ്പോൾ ഞാനും അധികം ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കട്ടെ. എൻ്റെ വ്ളോഗ് എനിക്ക് സക്സസ്സിൽ എത്തിക്കാനുള്ളതാണ്. കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആവണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. അതാണ് എൻ്റെ ആഗ്രഹം. കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് വ്ളോഗർ, ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആവണമെന്ന് എനിക്ക് ആഗ്രഹം. എന്തായാലും നടത്തിയെടുക്കണമെങ്കിൽ കഷ്ടപ്പെട്ട് തന്നെ അത് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാം നടക്കട്ടെ, എല്ലാം നടക്കും, എല്ലാം നടത്തിയെടുക്കും. അപ്പോൾ ഞാൻ ഫാൻ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഫാൻ ഇട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ മെല്ലെ കടത്തുറങ്ങട്ടെ. രാവിലെ നേരത്തെ എണീക്കാം നമുക്ക്, എന്നിട്ട് നല്ല അടിപൊളി കണ്ടന്റ് പിടിക്കാം, കിടിലനാക്കാം. അപ്പോൾ ബൈ ട്ടോ.